നിനക്കുള്ള ഹാലെന്താ സുഹൃത്തേ ഭാവിയിൽ എന്നുള്ളതൊന്ന് വരാത്തതെന്താ ചിന്തയിൽ. കാറിൽ നടന്നവരെത്ര തെണ്ടും നിന്നേ, തെണ്ടിക്കഴിഞ്ഞവരെത്രയോ പാറുന്നേ. പുരതീർത്തതിൻ്റുദ്ഘാടനം ചെയ്യാതെ മണ്ണിട്ട് പോയവരെത്രയുണ്ടോർക്കാതെ. തറക്കല്ലുമിട്ടൊരു കട്ടയും കെട്ടാതെ കല്ലിൻ്റെ കീഴിൽ എത്രയുണ്ടറിയാതെ. പണി പകുതിയാക്കി കൊണ്ടതിൽ വസിക്കാതെ സ്ഥലമിട്ട് മരിച്ചവരെത്രയോ മിണ്ടാതെ. ഇസ്രാഫൊഴിച്ചാൽ തന്നെ മതിഷണ കത്തിലെ വിധവയ്ക്ക് തുണി കൊടുക്കുന്നതിനാട്ടിലെ പാഴ്ചെലവിനായി കരുതുന്ന തുകമതി പെണ്ണിനെ കെട്ടിച്ചയക്കാൻ മാന്യമായി തന്നൊന്നിനെ. ഇതുപോലെ ഹസനാത്തിൻ്റെ വഴിയിൽ നിന്ന് ശൈത്താൻ്റെ വഴിയിൽ ചെന്നു ചെലവാക്കുന്നേ. അടുപ്പിക്കണം എന്നല്ലയോ കുടുംബങ്ങളെ, അതുപോലെ മിത്രം അവരെയും ബന്ധുക്കളെ. കല്യാണത്തിന് ക്ഷണിച്ച് സൽക്കരിക്കുന്നത് ഖൈറല്ലയോ എന്നാണ് ചോദിക്കുന്നത്. കല്യാണത്തിന് ക്ഷണിക്കലല്ല അടുപ്പിക്കലും, ക്ഷണിക്കാത്തതിൽ വരുന്നില്ല യാതൊരകറ്റലും. കഴിവുണ്ട് എങ്കിൽ നീ സഹായം ചെയ്യണം, രോഗത്തിലാണവരെന്നറിഞ്ഞാൽ കാണണം. കടമുണ്ട് എങ്കിൽ അവരെ രക്ഷപ്പെടുത്തണം, അതുപോലെ എന്താണ് അവസരം നീ നോക്കണം. വേണ്ടുന്നതപ്പോൾ കഴിവ് പോലെ നടത്തണം, അടുപ്പിക്കലിതുപോലുള്ളതാണെന്നോർക്കണം. നിക്കാഹ് ചെയ്ത് കൊടുക്കണം ലക്ഷ്യം അതാ, അതിനെന്ത് വേണം അത്രമാത്രം എന്നതാ. 10 ലക്ഷം വില പറഞ്ഞൊരു ഭൂമിയും അത് രജിസ്റ്ററാക്കും മുമ്പ് നല്ലൊരു സദ്യയും കൊടുത്തിട്ട് വേണ്ടേ വാങ്ങുവാൻ പോകേണ്ടത്. അതിനെന്തുകൊണ്ടാണ് ആളുകൾ തുനിയാത്തത്?